കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗരാജശില കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷന് സമീപം മുമ്പുണ്ടായിരുന്ന ആൽമരച്ചൂട്ടിലിരുന്ന നാഗരാജ ശില്പമാണ് ഇതെന്നാണ് പ്രദേശവാസികൾ സൂചന നൽകിയത്. റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവും വികസനവുമായി ബന്ധപ്പെട്ട് ആൽമരം വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിനീക്കിയിരുന്നു. സമീപനാളിൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം വൃത്തിയാക്കിയപ്പോഴാണ് നാഗരാജ ശില്പം മരത്തിന്റെ ചുവട്ടിൽ വീണ്ടും കണ്ടെത്തിയത്. ആ മരച്ചുവട്ടിൽ 2 വിഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും പറയപ്പെടുന്നു. ആലിവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ആലിൻ്റെ ചുവട്ടിൽ ഇതുപോലെ 2 വിഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. നേരത്തെ 2 മറ്റുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ ഒരു ചെറുപ്പത്തിലൊരു 10-12 വയസ്സുള്ളപ്പം തൊട്ട് ഞാനത് കണ്ടതാണ്. അപ്പോൾ ഇവിടെയല്ല ഇരുന്നത്, അത് സ്റ്റേഷൻ്റെ പുറത്ത് അങ്ങോട്ട് കുറച്ച് മാറിയായിരുന്നു. ആ കപ്പയൊക്കെ ഇട്ടുകൊണ്ടിരുന്നില്ലേ അവിടെ ഒരു ആല് നിൽപ്പുണ്ടായിരുന്നല്ലോ, വലിയൊരു ആല്. അതിൻ്റെ ചുവട്ടിലായിരുന്നു. സ്റ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ പൊളിച്ച് പോയപ്പോൾ ആല് വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ചുവട്ടിൽ നിന്ന് അത് മാറ്റി വെച്ചു. അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ല. പഴമക്കാരുടെ അഭിപ്രായത്തിൽ മാഞ്ഞൂർ മേഖലയിൽ വീടുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് നാഗരാജ പ്രതിഷ്ഠകൾ ഉള്ളതായും പറയുന്നു. ക്രോസ് ചെയ്യപ്പോൾ ഒരു ചെറിയ പാമ്പ് ക്രോസ് ചെയ്ത് എൻ്റെ മുഴുവൻ ചാടിപ്പോയി. ഈ പ്രദേശത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ. അല്ല, ഈ പ്രദേശം എന്ന് പറയുമ്പോൾ മാഞ്ഞൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ള വീടുകളാണ്. സർപ്പം പ്രതിഷ്ഠകൾ ഓരോ പൂജകൾ നടത്തുന്ന ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ കുറച്ച് കാലമായിട്ട് കുറേ ആൾക്കാർക്ക് ഇല്ലാതെ വരുന്നുണ്ട്. പിന്നെ ഈ അടുത്ത ക്ഷേത്രങ്ങളിലെല്ലാം സർപ്പങ്ങളുടെ ഇതുണ്ട്, പ്രതിഷ്ഠകളുണ്ട്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.